ഹായ് ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആസ്തെറ്റിക്കിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഓരോ പ്രൊഡക്ട്സിന് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ഒരു ഓൺലൈൻ പർച്ചേസിംഗ് അല്ല, ഞാനൊരു സ്ട്രീറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നേക്കാം. ആക്ച്വലി ഇതൊരു ഇറേസറാണ്. അപ്പം ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയതാണ്. പക്ഷേ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു ലോങ് വീഡിയോ എടുത്തത്. ശരിക്കും ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് ആക്ച്വലി ഞാനിത് വാങ്ങിച്ചത്. എനിക്കിതൊരു 30 റുപ്പീസിന് വർത്തായിട്ട് തോന്നി. കാരണം ഇത് അത്രയും നല്ല ക്യൂട്ടാണ്, എസ്തെറ്റിക്, നല്ല ലുക്കുണ്ട്. നെക്സ്റ്റ് ഈ ഒരു നോട്ട് പാഡാണ്. ആക്ച്വലി ഇതൊരു നോട്ട് പാഡല്ല, ഇതൊരു സ്ക്രാച്ച് പാഡാണ്. ഈ സ്റ്റിക്ക് ഇതിനകത്തുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതും കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാനിതിനകത്ത് എഴുതി നോക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. ഈ സ്റ്റിക്ക് കൊണ്ട് ഇതിനകത്തേക്ക് എഴുതുമ്പോൾ ഇവിടെ ഈ ഒരു കളേഴ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഞാൻ എഴുതിയതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ്. നമുക്കൊരു ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്കിതിനകത്ത് റൈറ്റ് ചെയ്തപ്പോൾ കിട്ടി. അപ്പം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു മൂഡ് സ്വിങ്സ്, ഒരു സന്തോഷം ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് ഒന്ന് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് നമുക്ക് ഓരോ ദിവസവും വേണമെങ്കിൽ ഡെയിലി ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സ്ക്രാച്ച് നോട്ടാണിത്. നെക്സ്റ്റ് ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് ഡയറിയാണ്. ഇതും എനിക്ക് ഭയങ്കര എസ്തെറ്റിക് ലുക്കിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡയറിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിൻ്റെ ഈ ഫസ്റ്റ് ലുക്ക് തന്നെ, ഈ ഒരു കളർ കോമ്പിനേഷനും ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. അതും വെറും 30 രൂപയ്ക്ക് നമുക്ക് ഇത്രയും നല്ലൊരു ലുക്കിലുള്ളൊരു നോട്ട്സൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനങ്ങോട്ട് ഒന്നിൽ കൂടുതൽ കളേഴ്സ് ഞാൻ നോക്കി. പക്ഷെ എല്ലാ കളേഴ്സും ഇത് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് മാത്രമേ ചൂസ് ചെയ്തുള്ളൂ. ഇത് നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ഒക്കെ ആക്കാം, നോട്ട് പാഡ് ആക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു ക്യൂട്ട് സ്മോൾ ജേർണൽ പോലും നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അടുത്ത ഞാൻ കാണിക്കുന്ന ഈ പ്രോഡക്റ്റ്, ഈ ഒരു നോട്ട് പാഡ്, ഈ ഒരു കുഞ്ഞു നോട്ട്ബുക്ക് ഭയങ്കര ക്യൂട്ടാണ്. എത്രമാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ ഒരു കവറ് തന്നെ, ഈ നോട്ട്ബുക്കിൻ്റെ ഈ കവറ് തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ആക്ച്വലി ഇതിനുള്ളിൽ നോട്ട് പാഡ് എന്നതിനേക്കാളും ഇതൊരു സ്റ്റിക്കർ ബുക്കാണ്. ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് പറിച്ച് ജേർണലിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു നോട്ട് പാഡ് പോലെ നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയൊരു, കീ ചെയിനിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയൊരു കുഞ്ഞ് സ്റ്റിക്കർ ബുക്ക് കൂടിയാണ് ഇത്. ആക്ച്വലി ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഇവർ. ഇതിനകത്ത് ഇത് ഹാങ് ചെയ്യാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ 2 സ്റ്റിക്കർ ബുക്സ് ആണ് വരുന്നത്. ശരിക്കും ഈ 2 ബുക്കുകളും നല്ല ക്യൂട്ടാണ്. നമുക്ക് ടു ഡു ലിസ്റ്റ് ആയിട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള, എന്നാൽ എന്തെങ്കിലും നമുക്ക്
ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയ ഒരു സ്റ്റിക്കർ ബുക്കും കൂടിയുണ്ട്. ഇതും എൻ്റെ വാങ്ങിച്ചതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ ഈ ഒരു കളർ പിക്ചർ അടക്കമുള്ള ഒരു കളർ കാർഡാണ്. ഇതും ഒരു 30 റുപ്പീസിന് വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ ഒരു പെയിൻറ് ബ്രഷ് വരുന്നുണ്ട്. കൂടാതെ ഇതിലൊരു അറ്റാച്ച് ചെയ്തിട്ടൊരു ഇങ്ങനെയൊരു സാധനം വരുന്നുണ്ട്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേണമെങ്കിൽ നമുക്കൊരു കീ ചെയിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരു ക്യൂട്ട് ആസ്തെറ്റിക് ലുക്കിലുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് കീ ചെയിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാം. ഇതിനുള്ളിൽ ഒരു 4 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ആക്ച്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ബ്രഷ് ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഈ കളറിൽ ഡിപ്പ് ചെയ്ത് നമുക്കിവിടെ പെയിൻറ് കൊടുത്താൽ നമുക്ക് പെയിൻറ്റിങ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഡിഫറൻസ് ആയിട്ടുള്ള 4 പിക്ചേഴ്സാണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇത്തരം സാധനങ്ങൾ, അതിനുപരി കൊച്ചു കുട്ടികൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ ഈ സ്റ്റിക്കേഴ്സ് ആണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി 4 ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 3D സ്റ്റിക്കേഴ്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് വരും ജേർണൽസിലൊക്കെ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യാം. അടുത്തതും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള ഇതിൻ്റെ പേപ്പറാണെങ്കിലും നല്ല തിക്കാണ്. അതുപോലെ ഇതിൻ്റെ കവേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് അത്രയും എസ്തെറ്റിക് ലുക്കുള്ളൊരു ഡയറിയാണ്. നമുക്കിത് ഡെയിലി ഡയറി ആയിട്ട് യൂസ് ചെയ്യാം, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ നല്ലതാണ്. ജേർണൽസ് വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു ബുക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണോ, അതിനൊക്കെ എത്ര വില വരുന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇത് നല്ല തിക്കായിട്ടുള്ള നല്ലൊരു നോട്ട്ബുക്കാണ്. ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു ജേർണൽസിനൊക്കെ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കുന്നവർക്ക് യൂസ് ചെയ്യാം, പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാം. അത്രയും തിക്നെസ് ഉണ്ട് അതിൻ്റെ പേപ്പറിന്. അപ്പോൾ ഇതിന് നമുക്കൊരു നല്ലൊരു കവറൊക്കെ കൊടുത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നോട്ട്ബുക്സൊക്കെ. അപ്പം ഇതും ഞാൻ വാങ്ങിച്ചു. അടുത്തത് ഞാൻ 2 ക്ലേ ബോക്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് നാളായിട്ട് ഞാൻ മനസ്സിൽ വാങ്ങിക്കണം എന്ന് വെച്ച് കാർട്ടിൽ ഇട്ട് വെച്ചൊരു സാധനമായിരുന്നു. പക്ഷേ അത് ഞാനിത് ഇത്രയും 30 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു ക്ലേ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതുകൊണ്ട് തന്നെ ഒരു 2 ബോക്സ് ഞാൻ വാങ്ങിച്ചു. ഫൈനലായിട്ട് കാണിക്കാനുള്ളത് ഈ ഒരു ലാമ്പാണ്. ഈ കുട്ടി ലാമ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ ഇതിൻ്റെ പല കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ഒക്കെ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വൈറ്റ് കളർ എടുത്തു. ഇത് ആക്ച്വലി ഇത് നമ്മൾ ലാമ്പ് കത്തിച്ചാലും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ലൈറ്റിങ്സ് എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ്, വളരെ കുഞ്ഞനാണ്. ഇത് ഞാൻ കത്തിച്ചിട്ടൊന്ന് കാണിച്ചു. ഇത് ഞാൻ വേറൊരു റൂമിൽ സെറ്റ് ചെയ്തതാണ്. ആക്ച്വലി അവിടെ ഒരു പ്ലഗ് ഇല്ലായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ലാമ്പ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.